നമസ്കാരം. വീണയൻ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. മേരി മാതാ ദേവാലയത്തിൽ നടന്ന ബൈബിൾ കൺവെൻഷൻ റിവൈവൽ ഫയറിനെ സമാപനം കുറിച്ച് നടന്ന ഭക്തിസാന്ദ്രമായ പ്രദക്ഷിണമാണ് ഇപ്പോൾ കണ്ടത്. ഇതടക്കമുള്ള വാർത്തകളുണ്ട് വീണയ ന്യൂസിൽ. തലക്കെട്ടുകളിലേക്ക് വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Spinner Pipes, manufacturers of HDPE and PVC pipes. Think irrigation, think spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. അടുക്കളയ്ക്ക് സൗമ്യ സുഗന്ധവും വിഭവങ്ങൾക്ക് രുചിയും. കേരളത്തിന്റെ സഹകരണ ശുദ്ധി ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണ, ഒരു പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഉൽപ്പന്നം. കൗമാര കലുഷിത ലോകത്ത് ഇതാ നന്മ നിറഞ്ഞ ഒരു പോസിറ്റീവ് വാർത്ത. വടക്കാഞ്ചേരി മാരാത്തുകുന്നിൽ നിന്ന് മുഹമ്മദ് അസ്ലം എന്ന 22-കാരന് ലഹരി നന്മയോട്. സ്വകാര്യ ബസ്സിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തിയ 63-കാരൻ നന്ദിപുലം കുമരഞ്ചിറമടം നാരായണന്റെ ജീവൻ രക്ഷിക്കാൻ വലിയ പോരാട്ടം നടത്തിയ വിദ്യാർത്ഥിയെ സ്നേഹ കരവലയത്തിലൊതുക്കി നാട്. സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ളവരുടെ അഭിനന്ദന പ്രവാഹം. നാരായണന്റെ മരണം അസ്ലമിന്റെ തീരാവേദന. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് ഫുഡ് ടെക്നോളജി വിദ്യാർത്ഥിക്ക് കോളേജിൽ വൻ സ്വീകരണം. ഇതാകണം കൗമാരമെന്ന് പ്രിൻസിപ്പാൾ ഫാദർ ജോളി ആൻഡ്രോസ്. ഭൂലോക വൈകുണ്ഠമായ ഗുരുഭവനപുരി നാരായണീയ മന്ത്രങ്ങളാൽ മുഖരിതം. കൃഷ്ണഭക്തരുടെ ഇടതടവില്ലാത്ത ഒഴുക്ക് ഗുരുവായൂരിലേക്ക്. ഗുരുവായൂരപ്പന്റെ തിരുത്സവ നിറവിൽ ക്ഷേത്രനഗരി. കുംഭമാസത്തിലെ പൂയം നക്ഷത്രത്തിൽ സ്വർണ്ണ കൊടിമരത്തിൽ സപ്തവർണ്ണ കൊടി ഉയർന്നു. ആനയില്ലാ ശീവേലിയും ആനയോട്ടവും ഭക്തിയാവേശ സാഗരമായി. ഗുരുവായൂർ ബാലു ആനയോട്ട ജേതാവ്. കിഴക്കേ ഗോപുര കവാടം കടന്ന് ആദ്യം ക്ഷേത്ര സമുച്ചയത്തിൽ പ്രവേശിച്ച ബാലുവിന് വൻ വരവേൽപ്പ്. ചെന്താമരാക്ഷന് 2ാം സ്ഥാനം, പിടിയാന ദേവി 4ാം സ്ഥാനത്തെത്തി. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ജാതി വിവേചനത്തിൽ പ്രതിഷേധ സാഗരമായി ഭക്തി കേരളം. സ്വമേധയാ കേസെടുത്ത് മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷണത്തിന് ഉത്തരവിട്ടു. കൊച്ചിൻ ദേവസ്വം കമ്മീഷണറും കൂടൽമാണിക്യം എക്സിക്യൂട്ടീവ് ഓഫീസറും അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകണമെന്ന് കമ്മീഷൻ അംഗം വി ഗീത. ജാതി വിവേചനം അങ്ങേയറ്റം പ്രതിഷേധാർഹമെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ദുഷ്ടചിന്ത വെച്ച് പുലർത്തുന്ന തന്ത്രിമാരെ സർക്കാർ നിലയ്ക്ക് നിർത്തണമെന്നും ആവശ്യം. ജാതിയുടെ അടിസ്ഥാനത്തിൽ ഒരാളെ മാറ്റി നിർത്തുന്നത് എവിടെ നടന്നാലും അംഗീകരിക്കാനാകാത്ത തെറ്റാണെന്ന് കെ രാധാകൃഷ്ണൻ MP. കഴകമായി ബാലു തന്നെ തുടരുമെന്ന് ദേവസ്വം. അംഗീകരിക്കാത്ത തന്ത്രിമാർക്കെതിരെ നടപടിയെടുക്കും. കാട്ടാനകളും കടുവകളും പുലിക്കൂട്ടങ്ങളുമല്ല ഭീതിയുടെ പ്രതീകങ്ങൾ. അതിരപ്പിള്ളിയിൽ കാലടി പ്ലാന്റേഷനിൽ തോട്ടം തൊഴിലാളികളുടെ ശുചിമുറിയിൽ നിന്ന് ഭീമൻ രാജവെമ്പാലയെ കണ്ടെത്തി. 14 അടി നീളവും 30 കിലോ തൂക്കവുമുള്ള വെമ്പാലയെ പിടികൂടി. ജനകീയ ഭീതി ഒഴിവാക്കിയത് ഏഴാറ്റുമുഖത്തു നിന്നെത്തിയ RRT ടീം. പിടികൂടിയത് റെസ്ക്യൂ ഓഫീസർ സാബു. പെരിങ്ങണ്ടൂരിനെ ഉത്സവ നിറലഹരിയിലാഴ്ത്തി ശ്രീരാമപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഏകാദശി മഹോത്സവം.
വാദ്യമേള ഘോഷങ്ങളും കരിവീരനിരയും ഉത്സവത്തെ ആരവമാക്കി. പഞ്ചവാദ്യവും ശിങ്കാരിമേളവും നാടൻ കലാരൂപങ്ങളുടെ സുന്ദര നൃത്തവും മതിവര കാഴ്ചയായി. കുറ്റൂർ മേരി മാതാ ദേവാലയത്തിൽ നടന്നുവന്നിരുന്ന ബൈബിൾ കൺവെൻഷൻ റിവൈവൽ ഫയറിന് സമാപനം. ഭക്തി നിർഭര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത് ബ്രദർ സന്തോഷ് കരിമത്രയുടെ നേതൃത്വത്തിലുള്ള ടീം ഷെക്കൈന. സമാപന ചടങ്ങിൽ കണ്ണികളായത് വിശ്വാസി സാഗരം. അനുഗ്രഹ പ്രഭാഷണം നടത്തി അതിരൂപത സഹായമെത്രാൻമാർ ടോണി നീലങ്കാവിൽ. തിരുത്തിപ്പറമ്പ് സെന്റ് ജോസഫ് ദേവാലയത്തിൽ വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ മരണത്തിരുനാൾ 19-ന് വികാരി ഫാദർ ജോൺസൺ അരിമ്പൂർ കൊടിയേറ്റം നിർവഹിച്ചു. മുളങ്കുന്നത്തുകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാരുടെ ദേശീയതല പഞ്ചദിന പരിശീലന പരിപാടിക്ക് തുടക്കം. അത്യാഹിതങ്ങൾ നേരിടുന്നതിന് ഡോക്ടർമാരെ സജ്ജരാക്കുക ലക്ഷ്യം. നാഷണൽ എമർജൻസി ലൈഫ് സപ്പോർട്ട് എന്ന പേരുള്ള പരിശീലനം ഈ മാസം 14 വരെ. സംസ്ഥാനത്തിന് അനുവദിച്ച 4 നെൽസ് സെന്ററുകളിൽ ആദ്യം പ്രവർത്തനക്ഷമമായത് മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജിൽ. പ്രിൻസിപ്പൽ ഡോക്ടർ എൻ അശോകൻ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. ആശാവർക്കർമാരുടെ സമര ആവശ്യങ്ങൾ സർക്കാർ പരിഗണിക്കണമെന്ന് INTUC. ജോലിഭാരം കുറയ്ക്കണം, സ്ഥിരം നിയമനം നൽകണമെന്നും സംഘടന. വടക്കാഞ്ചേരി നിയോജക മണ്ഡലം കമ്മിറ്റി നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. ജില്ലാ വൈസ് പ്രസിഡന്റ് KN നാരായണൻ ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തെ വരിഞ്ഞു മുറുക്കുന്ന ലഹരി മാഫിയക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് മുണ്ടത്തിക്കോട് ജനത. 41-ാം ഡിവിഷനിൽ ലഹരി വിരുദ്ധ ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കൗമാര മുന്നേറ്റത്തിന് പദ്ധതി. ഗാന്ധിജിയുടെ നാമധേയത്തിൽ കൗമാര സഭ. കൗൺസിലർ K അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. KA ക്രിസ്വിൻ പ്രസിഡന്റ്, ശ്രേയ സന്തോഷ് സെക്രട്ടറി. അമൽ റെയ്നുവിനെ ഖജാൻജിയായി തെരഞ്ഞെടുത്തു. വടക്കാഞ്ചേരി പട്ടണ ഹൃദയത്തിലൂടെ ഒഴുകുന്ന വാഴാനിപ്പുഴയെ തിരിച്ചുപിടിക്കാൻ വികസന മുന്നേറ്റം. 10 കോടി രൂപയുടെ പദ്ധതിക്ക് ഗതിവേഗം. ടോട്ടൽ ഡെവലപ്മെന്റ് പ്ലാൻ ഫോർ വടക്കാഞ്ചേരി റിവർ ഫേസ് പദ്ധതിയാണ് നടപ്പിലാക്കുന്നത്. 51 കിലോമീറ്റർ നീളത്തിൽ പുഴ. തലപ്പള്ളി താലൂക്കിലെ 3560 ഹെക്ടർ ഭൂമിയിൽ ജലസേചന സൗകര്യം. 8 കിലോമീറ്റർ ഭാഗത്ത് പ്രളയാനന്തരം അടിഞ്ഞുകൂടിയ ചെളിയും മാലിന്യങ്ങളും നീക്കം ചെയ്യും. പുഴയ്ക്ക് വീതി കൂടുന്നതോടെ ജലമൊഴുക്ക് സുഗമമാകും. പ്രളയഭീതി അകലുമെന്ന് അധികൃതർ. സംസ്ഥാന പാതയിൽ അത്താണി മദർ തെരേസ കപ്പേള മുതൽ പാർലിക്കാട് ഡിവൈഡർ വരെ 2.8 കിലോമീറ്റർ നവീകരണത്തിന് 3.5 കോടി രൂപ അനുവദിച്ചു.